യോവേൽ പ്രവാചകൻ ശൂന്യത മാറുവാനുള്ള പോംവഴി ദൈവജനത്തിന് ദൈവിക അരുളപ്പാടിലൂടെ അറിയിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ, വിലാപത്തോടെ എങ്കലേക്ക് തിരിയുവീൻ എന്ന് ദൈവം വിഷമത്തോടെ ദൈവജനത്തോട് അറിയിക്കുകയാണ്. ദൈവജനം ഉപവസിച്ചപ്പോൾ ദേശത്തിൻ്റെ സ്ഥിതി മാറി. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയെക്കുറിച്ചുള്ള ദൂതുകളും നൽകപ്പെടുകയാണ്. യോവേൽ പ്രവചനം 3:18 അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കും. എന്തുകൊണ്ട് ശിത്തീം താഴ്വര വരണ്ട് കിടക്കുന്നു? സംഖ്യാപുസ്തകം 25 വായിക്കുന്നത്, മോവാബ്യരോട് ഇസ്രായേൽ ജനം പരസംഗം ചെയ്യുവാൻ, വിഗ്രഹാരാധനയ്ക്ക് വിഗ്രഹാർപ്പിതം തിന്നുവാൻ ശരീരത്തെ മനസ്സിനെ വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. വാഗ്ദത്ത ദേശത്തിലേക്ക് കാൽച്ചവിടുവാൻ ചില നാളുകൾ മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ജനം പാപം ചെയ്തതുകൊണ്ട് വീണ്ടും മരുഭൂമിയിലേക്ക് ചുറ്റി നടത്തി. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഇപ്പോൾ വീണ്ടും ശിത്തീം താഴ്വരയിൽ എത്തുവാനിടയായി. ഇന്ന് നിങ്ങളെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിളിച്ചു പറയുവാനിടയായി. പാപം ചെയ്യുന്ന വ്യക്തി താമസിക്കുന്ന ഇടം, അവർ ചെയ്യുന്ന ഉപജീവന മാർഗം, അവർ ചെയ്യുന്ന പഠനം എല്ലാം ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ വിഷമവും നിറഞ്ഞു നിൽക്കും. യോശുവയുടെ കാലത്ത് ഇസ്രായേൽ ജനം ശുദ്ധീകരണം പ്രാപിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് പോയെങ്കിലും ആ ശിത്തീം താഴ്വര വരണ്ട് കിടക്കുകയാണ്. ദേശത്ത് മഴയുണ്ടായെങ്കിലും താഴ്വര വരണ്ട് കിടക്കുകയാണ്. മറ്റ് ദേശത്തിൻ്റെ അവസ്ഥകൾ മാറിയിട്ടും എന്തേ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്ന് ശിത്തീം താഴ്വര ചോദ്യത്തോടെ ഇരിക്കുമ്പോൾ ദൈവം അതിന് പോംവഴി വരുത്തുകയാണ്. ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കും. പാപത്താലും അകൃത്യത്താലും ലംഘനങ്ങളാലും ഒരു ശിത്തീം താഴ്വരയെപ്പോലെയായിരുന്ന നമ്മെ ഓരോരുത്തരെയും ആലയമാക്കി ദൈവം മാറ്റി. നാം ആകുന്ന ആലയത്തിൽ നിന്ന് മദ്യപാനത്തിലും വശീകരണത്തിലും വിഗ്രഹാരാധനയിലും പരസ്ത്രീ ബന്ധങ്ങളിലും പരപുരുഷ ബന്ധങ്ങളിലും പലവിധമായ തെറ്റുകളിലൂടെ ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവത്തിൽ നിന്ന് ശാപം ഏറ്റുവാങ്ങി ജീവിക്കുന്ന സ്വസ്ഥതയില്ലാത്തവർക്ക് ആത്മീകവും ശാരീരികവും മാനസികവും സാമ്പത്തികവും വരണ്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വരൾച്ച മാറ്റുന്ന ഒരു ഉറവ നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ്. എവിടെയൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ തെറ്റുകളെ ക്ഷമിച്ച് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം മതിയായവനാണ്.